ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു സാറ്റർഡേ വ്ളോഗാണ് കേട്ടോ. രാവിലെ ഒരു 9 മണി ആയപ്പോഴേക്കും ഞങ്ങൾ 4 ആളും കൂടെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ പരിപാടി ഉണ്ടായിരുന്നു. ഈ പെണ്ണ് ഗ്രൂമിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ്. വീട്ടിലെത്തി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ചെറുതായിട്ട് പനിക്കണ പോലെയൊക്കെ തോന്നി കേട്ടോ. അങ്ങനെ പിന്നെ എനിക്ക് ഫുഡൊന്നും കഴിക്കാൻ തോന്നിയില്ലായിരുന്നു. മരുന്നൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് പുറത്ത് പോകാമെന്ന്. അച്ഛന് കൊടുങ്ങല്ലൂർ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഫാമിലി പാക്കായിട്ട് എല്ലാം കൂടെ അങ്ങ് ഇറങ്ങി. സിഗ്നലിൽ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ണൂർക്കുള്ള ബസ് ഉണ്ട് കേട്ടോ. കണ്ണൂരാണ് ഞങ്ങളുടെ നാട്. അപ്പോൾ ബസ്സൊക്കെ കാണുന്ന സമയത്ത് പോകണമെന്നൊക്കെ തോന്നുമെങ്കിലും പോകാൻ പറ്റുന്ന സാഹചര്യമൊന്നുമല്ല ഇപ്പം. നമുക്ക് എന്തെങ്കിലും പരിപാടികളുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ അങ്ങോട്ട് പോകാറുള്ളൂ. ഞങ്ങൾ എറണാകുളത്താണ് താമസിക്കുന്നത്. മേക്ക് കാറിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവളെയും കൊണ്ട് പോകാൻ പറ്റുന്ന ദൂരമൊക്കെ ആണെങ്കിൽ ഞങ്ങൾ അവളെയും കൊണ്ട് തന്നെയാണ് പോകാറുള്ളത്. ഞങ്ങൾ ലാസ്റ്റ് ടൈം അതിരപ്പള്ളി പോയപ്പോഴും അവളെയും കൊണ്ടാണ് പോയത്. അവൾക്ക് അവിടെ കയറാൻ പറ്റില്ലെങ്കിലും അവൾ വണ്ടിക്കകത്ത് ഇരുന്നോളൂ കേട്ടോ. ഇങ്ങനെ വലിയ ശല്യമൊന്നുമില്ല അവളെയും കൊണ്ട്. പിന്നെ ഭയങ്കര മഴയായിരുന്നു. റോഡൊന്നും കാണാൻ വയ്യാത്ത പോലെ അത്രയ്ക്ക് മഴയായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ കയറി. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനാണ് കേട്ടോ വാങ്ങിയത്. അതിൽ നിന്ന് കുറച്ച് മേക്കും കൊടുത്തു. സാധാരണ ഇങ്ങനത്തെ ഫുഡൊക്കെ കൊടുക്കാറില്ല. പക്ഷേ ഇന്ന് ഞങ്ങൾ ഇത്ര ലേറ്റ് ആവുമെന്ന് വിചാരിച്ചില്ല. അതുകൊണ്ട് തന്നെ അവളുടെ ഫുഡ് എടുത്തില്ല കേട്ടോ. പിന്നെ അവളെ ഒന്ന് പുറത്തൊക്കെ ഇറക്കി. അപ്പോഴേക്കും എന്തെങ്കിലും മഴയും പെയ്യാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ തിരിച്ചു പോവാണ്. നല്ല ലേറ്റ് ആയിട്ടോ വീടെത്തിയപ്പോൾ. കുറച്ച് നേരം അവൾ അവിടെ ഇരുന്നു. അതുകൊണ്ട് പിന്നെ കുറച്ച് നേരം അവൾ സീറ്റിൽ കിടന്ന് ഉറങ്ങുകയും ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ സാറ്റർഡേ വ്ളോഗ്. ടാറ്റാ.